ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ കുറച്ചധികം പോസ്റ്റുകളിലൊക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ PSC ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കലിൽ ഏതൊക്കെയാണെന്നില്ലാരും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഏറ്റവും അധികം കാറ്റഗറി നമ്പർ 464/2025 കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 464/2025 18,000 തൊട്ട് 41,500 വരെയാണ് സ്കെയിൽ ഓഫ് പേ. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റ് എന്ന രീതിയിലാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 18 തൊട്ട് 36 വയസ്സ് വരെയുള്ളവർക്ക് ഇനി അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? SLC ഓർ ഇറ്റ്സ് ഈക്വൽ ക്വാളിഫിക്കേഷൻ ആൻഡ് NTC ഇലക്ട്രിക്കൽ ഓർ വയർമാൻ, ഓർ SLC ഓർ ഇറ്റ്സ് ഈക്വൽ ക്വാളിഫിക്കേഷൻ ആൻഡ് വയർമാൻ ലൈസൻസ്. പിന്നെ എക്സ്പീരിയൻസ് ഓഫ് 2 years as ഫയർമാൻ ഓർ ഇലക്ട്രീഷ്യൻ. പിന്നെ അതിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ NTC ഇലക്ട്രിക്കലില് അതേപോലെ NTC വയർമാനൊക്കെയാണ് എന്തൊക്കെയാണ് ഡിപ്ലോമ അതേപോലെ BTech ഒക്കെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പോളിടെക്നിക് ഡിപ്ലോമ അതേപോലെ BTech ഒക്കെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. NTC ഇലക്ട്രിക്കൽ NTC വയർമാൻ. ഓക്കെ, അപ്പം പക്ഷെ ഇവിടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പോ അത് അവിടെ ഒരു മാൻഡേറ്ററി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് NTC ഇലക്ട്രിക്കലിലും അതേപോലെ വയർമാൻ NTC വയർമാൻ ഒക്കെയാണ് BTech ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എക്സ്പീരിയൻസ് ഓഫ് 2 years as വയർമാൻ ഓർ ഇലക്ട്രീഷ്യൻ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് അവിടെ മാൻഡേറ്ററി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സ്പീരിയൻസിനൊക്കെ സ്പെല്ലിങ് ഓക്കെ. എനിവേ നിങ്ങളതൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്നത് നോക്കുക. അവിടെ എക്സ്പീരിയൻസ് അവിടെ മാൻഡേറ്ററി ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ കാരണം വെച്ചാൽ നമ്മൾ അതിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ NTC ഇലക്ട്രിക്കൽ അതുപോലെ NTC വയർമാൻ ആണ് ഡിപ്ലോമ BTech ഒക്കെ ഇക്വലന്റ് ആയിട്ട് പറയുന്നത്. പക്ഷെ എക്സ്പീരിയൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ലേ? 1-ല് ഓർ വെച്ചിട്ടുണ്ട്, പിന്നെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് അവിടെ സെപ്പറേറ്റ്. അപ്പൊ അത് അവിടെ ഒന്ന് ക്ലാരിറ്റി നിങ്ങൾ വരുത്തണം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഇതിൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 31. ഓക്കെ, ഡിസംബർ 31 അർദ്ധരാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാം. ഇന്നിപ്പം വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടാവും. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വെബ്സൈറ്റിൽ അവിടെ അവൈലബിൾ ആവുന്നുണ്ടാവും. പിന്നെയുള്ളത് അതേപോലെ റീഹാബിലിറ്റേഷൻ ആൻഡ് പ്ലാന്റേഷൻ ലിമിറ്റഡിലേക്ക് ഇലക്ട്രിക്കൽ ഹെൽപ്പർ ആണ്. 16,500 തൊട്ട് 35,700 വരെയാണ് സ്കെയിൽ ഓഫ് ഒരു വേക്കൻസിയാണ് അവിടെ റിപ്പോർട്ടുകൾ. കാറ്റഗറി നമ്പർ 465/2025 അവിടെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിൽ ഇതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI ഇലക്ട്രീഷ്യൻ ഫ്രം എ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് 1 year ഓഫ് എക്സ്പീരിയൻസ് ആസ് ഇലക്ട്രിക്കൽ ഹെൽപ്പർ ഫ്രം എ ഗവൺമെന്റ് ഓർ ക്വാസി ഗവൺമെന്റ് ഓർ രജിസ്റ്റേർഡ് പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ്. അപ്പൊ അതാണ് അവിടെ ഇലക്ട്രിക്കൽ ഹെൽപ്പറിന്റെ കേസിൽ അവിടെ പറഞ്ഞത്. അതിൽ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്താ ഡിസംബർ 31 വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടോ. അപ്പൊ മെയിൻ ആയിട്ട് ഇലക്ട്രിക്കൽ ഈ ഒരു 2 നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പൊ നിങ്ങൾ ഇലക്ട്രീഷ്യൻ അപ്ലൈ വേണ്ടി പറ്റുന്നില്ല, നിങ്ങൾ ചെക്ക് ചെയ്യാം. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.